യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രാരംഭമായി റോമൻസ് 5-ാം അധ്യായം അതിൻ്റെ 17, 18, 19 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. റോമൻസ് 5, 17, 18, 19 വായിച്ചാൽ. ഏകന്റെ ലംഘനത്താൽ മരണം ഏക നിമിത്തം വാണുവെങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. കേട്ടോ, യേശു ക്രിസ്തു നിമിത്തം ആര് മുഖാന്തരം? യേശു ക്രിസ്തു നിമിത്തം ജീവനിൽ വാഴും. വായിച്ചു. ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകന്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. യേശു ക്രിസ്തുവിലൂടെ ജീവകാരണമായ നീതീകരണം വന്നു. അപ്പൊ നീതീകരണം, ശുദ്ധീകരണം, രക്ഷ ഇതെല്ലാം സാധ്യമാകുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രം. രാമൻ പറഞ്ഞാൽ എത്രാമത്തെ വാക്യം വായിച്ചത്? 18, 19 വായിക്കണം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. അങ്ങനെ നീതിമാന്മാരായി മാറി വരുന്ന കാര്യം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. എങ്ങനെയാ നീതിമാന്മാരായി മാറിയത്? യേശു ക്രിസ്തു കാൽവരി കൊലക്കളത്തിൽ തന്റെ പിതാവ് തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ പൂർത്തീകരിച്ചു. ആ പൂർത്തീകരണ ശുശ്രൂഷയുള്ള വിശ്വാസ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ നീതീകരണം സാധ്യമായി മാറി. ഹല്ലേലൂയ. റോമൻസ് 8-ന്റെ 28-ാം വാക്യം. റോമൻസ് 8:28 വായിച്ചാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ഈ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തെ സ്നേഹിക്കുന്നവർ. ആ വിളിക്കപ്പെട്ടവർക്കേ ആ സ്നേഹം ഉണ്ടാകുകയുള്ളൂ. അല്ലേ? അങ്ങനല്ലേ അതിന്റെ അർത്ഥം? എന്താണ് എന്റെ ദൈവം എനിക്ക് വേണ്ടി പൂർത്തീകരിച്ചത്, ചെയ്തത്? ഇന്ന് ഞാൻ ഇത്രത്തോളം നല്ല രീതിയിൽ ജീവിക്കുവാൻ ഇടവരുന്നത് കാൽവരി കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തു മുഖാന്തരമാണെന്ന ബോധ്യം. ആ ബോധ്യം എന്റെ അകത്ത് ആരുടെ സ്നേഹം വർദ്ധിപ്പിക്കും? അതിന് പറഞ്ഞു, പെറ്റമ്മ മാറിയാൽ പോലും, തള്ളി പറഞ്ഞാൽ പോലും യേശു കർത്താവ് നമ്മളെ തള്ളിക്കളയത്തില്ല. ആ സ്നേഹം തിരിച്ചറിഞ്ഞാൽ, ആ സ്നേഹം തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് പറയുകയാണെന്താ എന്നൊന്നും വായിച്ച വാക്യം. മുൻനിർണയ പ്രകാരം അടുത്ത വാക്യം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കേട്ടോ, ദൈവത്തിന്റെ ഹിതം എന്താ? സർവ്വതും നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി വെളിപ്പെടുക. 33-ാം വാക്യം. 33. ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തും. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. ഹല്ലേലൂയ. നീതീകരിക്കുന്നത് ആരാ? നേരം യേശു കർത്താവ്. ശുദ്ധീകരിക്കുന്ന ആരാ? യേശു കർത്താവ്. കർത്താവിന്റെ നീതീകരണം, കർത്താവിന്റെ പ്രൊട്ടക്ഷൻ, കർത്താവിന്റെ സംരക്ഷണം നമ്മുടെ മേലുണ്ടെങ്കിൽ ലോകത്തിന്റെ ഒരു ശക്തിക്കും നിനക്ക് നേരെ വിരൽ ചൂണ്ടാൻ കഴിയത്തില്ല. രാമൻ പറഞ്ഞാട്ട്. എബ്രായർ 10-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. എബ്രായർ 10:35 വായിച്ചാൽ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം കേട്ടോ, ആ ധൈര്യത്തിന് പ്രത്യേകത മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. അതിനെ തള്ളിക്കളയരുത്. ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ലോക മനുഷ്യർ പ്രതികരിക്കുന്ന പോലെ നിങ്ങൾ പ്രതികരിക്കരുത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവത്രേ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത്. ആ ധൈര്യം മുഖാന്തരം ഉണ്ടാകുന്ന ഒരു വലിയ
പദ്ധതിയുണ്ട്. എന്നോട് വായിച്ച വാക്യം വായിച്ചേ. അതുകൊണ്ട് മഹാപ്രതിഫലം കേട്ടോ, ഈ ധൈര്യത്തിൽ നിന്നും ഉളവാകുന്ന വിഷയമാണ് മഹാപ്രതിഫലം ഉള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. 39 നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. വിശ്വസിച്ച് ആ ധൈര്യം കേട്ടോണേ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. വല്ല മനസ്സിലായോ? ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് എന്നോടുള്ള ഹിതം, എന്നുള്ള പദ്ധതി എന്താ? എന്നെ സകല നന്മകളാലും നിറയ്ക്കുക എന്നുള്ളതാണ്. എന്റെ ജീവിതത്തിൽ ദോഷങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകാതെ എന്നെ പരിപാലിക്കുവാൻ, എന്റെ ജീവിതത്തിലെ ശാപത്തെയും രോഗത്തെയും പാപത്തെയും അകൃത്യങ്ങളെയും എല്ലാം അവൻ കാൽവറി കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അവൻ ഏറ്റെടുത്തു. അല്ലേ? അതാണ് യെശയ്യാവ് 53:5 പറയുന്നത് അല്ലേ? അവന്റെ അടിപ്പിടരാൻ, ബൈ ഹിസ് സ്ട്രൈപ്സ്, അവന്റെ അടിപ്പിടരാൻ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് സാധ്യമായത്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ അല്ല. ഇതിന്റെ അടിസ്ഥാനം കൃപയത്രേ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളും ദൈവികമായ പദ്ധതികളും ജീവിതത്തിൽ വെളിപ്പെടുന്നതിന്റെ അടിസ്ഥാനം ദൈവിക കൃപയത്രേ. ഈ കൃപയെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങളുടെ അകത്തു വന്ന് നിറഞ്ഞാൽ മഹാധൈര്യമുണ്ടാകും. ധൈര്യമുള്ളവന് മഹാപ്രതിഫലമുണ്ടാകും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വചനപ്രഘോഷണത്തിനകത്ത് ഇപ്രകാരം പങ്കുവയ്ക്കാനിടയായി. പൗലോസ് റോമ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. 19-ാം അധ്യായത്തിൽ അപ്രകാരം കാണുന്നു അല്ലേ? അധ്യായങ്ങൾ കടന്നുപോയി, 20, 21, 22. ഹല്ലേലൂയ. ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവനെ ചീന്തിക്കളയുമെന്ന് ഒരു ഘട്ടം വന്നു. പൗലോസിനെ ഇല്ലാതാക്കി തീർക്കുമെന്ന് വിശ്വാസ സമൂഹം ഒന്നടങ്കം ഭയപ്പെട്ട ഒരു ഘട്ടമുണ്ടായി. ആ ഘട്ടത്തിൽ പൗലോസിന്റെ അടുത്ത് യേശു എന്ന് നിൽക്കുകയാണ്. അവന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ നിന്നെ എന്റെ സാക്ഷിയാക്കി റോമിലേക്ക് അയക്കാൻ പോവുകയാണ്. കേട്ടോ? പ്രിയോ, ഇത് കണ്ടാ മതി എന്നായിരുന്നു ആഗ്രഹം, അവിടെ കൂടെ ഒന്ന് പോയാൽ മതി എന്നൊരു ആഗ്രഹം. പക്ഷെ വലിയൊരു പദ്ധതിക്ക് നിന്നെ ഏൽപ്പിച്ചെടുത്ത്, നിന്നെ വിട്ടിടത്തൊക്കെ നീ എന്ത് ചെയ്തു? എന്റെ സാക്ഷിയായി നിന്നു. നിങ്ങളെ വിട്ടിടത്ത്, നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിന്റെ സാക്ഷികളായി നിങ്ങൾ മാറുന്നുണ്ടോ? ഉണ്ടോ? ധൈര്യത്തോടെ, മഹാപ്രതിഫലം വരുന്ന ധൈര്യത്തോടെ നിങ്ങൾ ഈ സുവിശേഷ ഘോഷണത്തിൽ അതിധൈര്യത്തോടെ മുന്നേറുവാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിഞ്ഞ പൗലോസിന് കർത്താവ് അടുത്ത ഒരു തലത്തിലേക്ക് പൗലോസിനെ കൊണ്ടുപോവുകയാണ്. നിന്നെ ഞാൻ ഇന്ന സ്ഥലങ്ങളിലേക്ക് അയക്കാൻ പോകും. എന്തിനാണെന്നറിയാവോ? എൻ്റെ സാക്ഷിയായി. എൻ്റെ സാക്ഷിയായി. എന്താ നിലവിലുള്ള സിറ്റുവേഷൻ? ചീന്തിക്കളയുമെന്ന് നിരൂപിക്കുന്ന അവസ്ഥയിൽ ഇല്ലാതാക്കി കളയും, ഭരണകൂടം അവനെ ഇല്ലാതാക്കി കളയുമെന്ന് വേണ്ടപ്പെട്ടവർ, വിശ്വാസമൂഹം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞതിന്റെ നടുവിൽ സർവശക്തനായ കർത്താവ് അടുത്തു വന്നുകൊണ്ട് പറയുകയാണ്, നിന്നെ ഞാൻ ഇന്ന ദേശത്തേക്ക് അയക്കാൻ പോവുകയാണ്. നിലവിൽ നീ കാണുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങളാകാം. എന്നാൽ ആ പ്രതികൂലത്തിന്റെ നടുവിൽ എനിക്കൊരു മറുപടി തരുവാൻ എന്റെ ദൈവം വലിയവനാണെന്നൊരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അവസ്ഥയ്ക്ക് വലിയൊരു വ്യത്യാസം വരാൻ പോകുന്നു. ഏത് ഇരുട്ടിന്റെ അവസ്ഥയിലും, ഏത് കഠിനമേറിയ പ്രശ്നത്തിന്റെ നടുവിലും എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കാൻ പോകുന്നു. എന്റെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടോ എന്റെ കർമ്മമാർഗങ്ങൾ കൊണ്ടോ അല്ല, എന്റെ ജീവിതത്തിൽ
ഇങ്ങനൊക്കെ ചെയ്തിട്ട് ഞാൻ ഇത്രയും കാലം ഓടിയിട്ട് എനിക്ക് എന്ത് കിട്ടി? എത്രയോ പേർ, ഞാൻ ഈ അടുത്തിടെ ഒരു സാക്ഷ്യം കേൾക്കാനിടവരും. ഒരു ആൻറ്റി ഒരു പ്രത്യേകമായ സാഹചര്യം എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ആൻറ്റി പ്രകാരം ഞാൻ ആ സാക്ഷ്യം കേട്ടിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ആ സാക്ഷ്യം ഞാൻ കേട്ടു. ആൻറ്റിയുടെ മകന് ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ദൈവം അവരെ ഒരുപാട് നന്മകൾ കൊണ്ട് നിറച്ചു. എന്നാൽ ആൻറ്റി പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്: വിശ്വാസത്തിൽ ചുവട് വെച്ചപ്പോൾ ചുറ്റുവട്ടമുണ്ടായിരുന്നവരെല്ലാം സ്വന്തവും ബന്ധവുമായവരുൾപ്പെടെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി. കുടുംബത്തിൽ നടന്ന ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങളെ വിളിക്കാതായി, ഞങ്ങളെ മാറ്റി നിർത്തി. ഒത്തിരി നിന്ദിച്ചു, ഒത്തിരി പരിഹസിച്ചു, ഒരുപാട് നിന്ദകളും ദുഷികളും ഒരുപാട് വേദനകളും ഞങ്ങൾ അനുഭവിച്ചു. എന്നാൽ എൻ്റെ ദൈവം, ആ സാക്ഷ്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ ദൈവം അതിനൊക്കെയും പ്രതിഫലം, മഹാപ്രതിഫലം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർന്നിരിക്കുക. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ച ഒരു ദൈവം. സ്തോത്രം. എന്തിയേടാ നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയുവാൻ ഇടവരാൻ പോവുകയാണ്, മറുപടി ഉണ്ടാകാൻ പോവുകയാണ്. അതിന്റെ സമയം അടുത്തിരിക്കുന്നു, അതിന്റെ സമയം അടുത്തിരിക്കുന്നു. എവിടെ നിന്റെ ദൈവമെന്ന ചോദ്യത്തിന് അക്കമിട്ട് മറുപടി പറയുവാൻ ദൈവത്തിന്റെ കരം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടുകയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. യേശുവേ ആരാധന, യേശുവേ. ഈ റോമാ ലേഖനം അവസാനിക്കുന്നത് 16 അധ്യായങ്ങൾ കൊണ്ടാണ് അവസാനിക്കുന്നത്. 16 അധ്യായത്തിൽ 20 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നു: സമാധാനത്തിന്റെ ദൈവം ഹല്ലേലൂയ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. ഹല്ലേലൂയ. എന്ത് അർത്ഥവത്തായിട്ടൊരു വാക്യമാണെന്നറിയോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. എല്ലാം മനസ്സിലായോ? സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ശക്തികൾ അതെത്ര വലുതാണെങ്കിലും, അതെത്ര ശക്തിയുള്ളതാണെങ്കിലും, അതിന്റെ വലിപ്പം പറയാൻ പറ്റാത്ത ലെവലിലുള്ളതാണെങ്കിലും അതിനെ നിന്റെ കാൽ കീഴിൽ കൊണ്ടിരുന്ന, നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തളച്ചു കളയുന്നു, ജനിച്ചു കളയുന്നു. ദൈവിക കൃപ, ദൈവിക കൃപ. എല്ലാവരും കണ്ണടച്ചാട്ട് പ്രാർത്ഥിച്ചാട്ട്. ദൈവിക കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു എന്ന് പറയുക. എന്നീ സഭയിലിരിക്കുന്നവരും ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. അക്കമിട്ട് മറുപടി പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോവുകയാണ്. എവിടെ നിന്റെ ദൈവം? നിന്റെ പ്രാർത്ഥനകൾക്ക് എന്തേ മറുപടിയില്ലാത്ത? മറുപടി വരുന്നു. വേഗത്തിൽ മറുപടി വരാൻ പോകുന്നു. മറുപടികളാൽ സാക്ഷ്യങ്ങളാൽ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് മിനിസ്റ്റർ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്: എൻ്റെ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങളെയും പ്രതികൂലങ്ങളെയും നിങ്ങളുടെ കാൽ കീഴിലാക്കി കളയുക. വലിയൊരു മറുപടി, വലിയൊരു സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.